സവർണരുടെ കണ്ണിൽ കരടായി മാറി. അദ്ദേഹത്തെ ഓരോ ജില്ലകളും ഇങ്ങനെ ഓടിച്ചു വിട്ടു. ഏകദേശം ഏഴ് വർഷത്തോളം അദ്ദേഹം യു പി വർക്ക് ചെയ്തെങ്കിലും യു പിയിലെ എല്ലാ ജില്ലകളിലും പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണസാർ. അവസാനം സെക്രട്ടേറിയറ്റിലേക്ക്, സെൻട്രൽ സെക്രട്ടറിയിലേക്ക് അദ്ദേഹം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. പട്ടികജാതിക്കാരുടെ ക്ഷേമങ്ങളെ കുറിച്ചും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമങ്ങളെ കുറിച്ചും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിലെ ഒരു വകുപ്പാണ് ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹം അത് ചോദിച്ചു മേടിച്ചു. അതിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി. 1900 ഭരണത്തിലെത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ പട്ടികജാതിക്കാരുടെ ഈ കഴിഞ്ഞ 5 പഞ്ചവത്സര പദ്ധതി കൊണ്ടുണ്ടായ ക്ഷേമത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു PS കൃഷ്ണൻ. അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് ഈ TSP SCP ഫണ്ടുകൾ ഉണ്ടായത്. എന്തായാലും ആ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ 20 പരിപാടിയൊക്കെ ആയിട്ട് നടപ്പാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ SCP TSP ഫണ്ടും ആ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ നമുക്ക് വന്നത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. മോദി ഗവൺമെന്റ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷൻ പിടിച്ചുവിടുകയായിരുന്നു. അതോടുകൂടി തന്നെ SCP TSP എന്നുള്ള കൺസെപ്റ്റ് തന്നെ ഈ ആയോഗ് നമ്മളിപ്പോ കഴിഞ്ഞ 3-4 കൊല്ലത്തെ കേന്ദ്ര ബഡ്ജറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ SCP TSP എന്നുള്ള പേര് കാണില്ല. അതിനു പകരം അലോക്കേഷൻ ഓഫ് ഡെവലപ്മെന്റ് ഫണ്ട് ഫോർ SC, അലോക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ST, ADSP, ADTP ഇങ്ങനെയൊക്കെ കാണുള്ളൂ.